പരാജയമെന്നത് നിങ്ങൾക്ക് കൂടുതൽ കരുത്തോടെ തിരിച്ചുവരാനുള്ള അവസരമാണ്. ഫോക്കസിന്റെ നല്ലൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. എഡ്യൂക്കേഷൻ പ്ലസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം എഡ്യൂക്കേഷൻ പ്ലസിലുള്ളത് അഥീന എഡ്യൂക്കേഷൻസിൻ്റെ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ മിസ്റ്റർ VNP രാജ് സാറാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നമ്മൾ സ്കൂളുകളിൽ റെക്ടിഫൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് ടീമിംഗ് ചാലഞ്ചസ്. ടീം വർക്കിലൂടെയാണ് ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒരു വിഷൻ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ കുട്ടികളുടെ മനസ്സിലേക്ക് നമ്മൾ പതിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് നമ്മൾക്ക് ടീമിംഗ് ചാലഞ്ചസിനെ ഫേസ് ചെയ്യാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് കുട്ടികളിലേക്ക് ഒരു ടീം വർക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വിഷൻ കൊടുക്കാനായിട്ട് സാധിക്കുന്നത്? ഈ ലോകം നിലനിൽക്കുന്നത് തന്നെ ടീം വർക്ക് കൊണ്ടാണ്. ഉറുമ്പുകളെ നോക്കിയാൽ ഒരു മഹാ ടീം വർക്ക് അവിടെ കാണാം. തേനീച്ചകളെ നോക്കിയാൽ ഒരു വലിയ ടീം വർക്ക് അവിടെ കാണാം. ആകാശത്തിലെ മൈഗ്രേറ്ററി ബേർഡ്സിനെ കണ്ടാൽ പരസ്പരം സഹായിച്ചുകൊണ്ട് മൈലുകൾ അവർ പറന്നു പോകുന്നത് കാണാം. ഈ ലോകത്ത് എവിടെ നോക്കിയാലും ഏതൊരു വലിയ കർമ്മം ചെയ്യുമ്പോഴും എല്ലാ ജീവജാലങ്ങളും കണ്ടുപിടിച്ച ഒരു മാർഗമാണ് ടീം വർക്ക്. അതുകൊണ്ട് ടീം വർക്ക് ഇല്ലെങ്കിൽ നിലനിൽപ്പില്ല, ഒരു ജീവജാലങ്ങൾക്കും നിലനിൽപ്പില്ല. എങ്ങനെയാണ് ഈ ടീം വർക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ളതിന് രണ്ട് കാര്യങ്ങൾ ഞാൻ കാണുന്നുണ്ട്. എന്തുകൊണ്ട് മനുഷ്യന് ടീം വർക്ക് വേണം, രണ്ട്, ആ ടീം വർക്ക് എങ്ങനെ മനുഷ്യരിൽ കൊണ്ടുവരാം. ആദ്യം എന്തുകൊണ്ട് മനുഷ്യർക്ക് ടീം വർക്ക് വേണം. ഇപ്പം എൻ്റെ അച്ഛൻ്റെ ഒരു 15-20 തലമുറകൾക്ക് മുമ്പുള്ള അപ്പൂപ്പനെ എടുത്താൽ ഒരു കാര്യം ഉറപ്പാണ്, ആ അപ്പൂപ്പൻ ഏതോ കാട്ടിലായിരുന്നു. എൻ്റെയും നിങ്ങളുടെയും ഈ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെയൊക്കെ അപ്പൂപ്പൻ കാട്ടിലായിരുന്നു. കാട്ടിൽ ജീവിച്ച ആ അപ്പൂപ്പൻ എന്നോടൊരു ചോദ്യം ചോദിക്കണം, കാട്ടിലെ ഏറ്റവും ബലഹീനനായ ജീവി ആരായിരുന്നു ചോദിച്ചാൽ ആ അപ്പൂപ്പൻ തുറന്നടിക്കും, എടാ അത് മനുഷ്യനായിരുന്നു എന്ന് പറയും. എന്തുകൊണ്ടാണ് മനുഷ്യർ ഏറ്റവും ബലഹീനരായിരുന്നത്? കാട്ടിൽ ഓടി രക്ഷപ്പെടാൻ ഓട്ടക്കാരനല്ല, ചാട്ടക്കാരനല്ല, പറന്നു പോകാൻ ചിറകുകളില്ല, നീന്തിപ്പോകാൻ ഫിൻസില്ല, കിടന്നുറങ്ങാൻ നിലത്ത് കിടന്നുറങ്ങിയാൽ ചത്തു. ഭക്ഷണം കഴിക്കണമെങ്കിൽ എന്തെങ്കിലും വേവിച്ച് കഴിക്കണം. അപ്പോൾ ആരാലും വേട്ടയാടപ്പെട്ട് ഏറ്റവും എളുപ്പത്തിൽ കൊല്ലപ്പെടാനും ഒക്കെ സാധ്യതയുള്ള മുത്തപ്പൻ അവിടെ നിന്ന് ദാണ്ട് ഇന്നീ കാണുന്ന മഹാപ്രപഞ്ചം ഉണ്ടാക്കി. കാട്ടിലെ മൃഗങ്ങളെ അങ്ങ് കാട്ടിൽ നിർത്തി, നാട്ടുമൃഗങ്ങളെ ഇങ്ങ് കൊണ്ടുവന്നു, നാട്ടുമരങ്ങളെ ഇങ്ങ് കൊണ്ടുവന്നു, നാടും നഗരവും അമ്പരചുംബികളായ ജീവിത രീതികളും കെട്ടിപ്പടുത്തി. ഇത്രയും മഹത്തായ മനുഷ്യൻ പറക്കാനും വെള്ളത്തിന് അടിയിൽ കൂടെ പോകാനും മുകളിൽ കൂടെ പോകാനും ആകാശത്തിലൂടെ പോകാനും ഒക്കെ അവൻ ചെയ്തു. അതെങ്ങനെ സാധിച്ചു? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ക്രിയേറ്റീവ്, ഒരു പ്രശ്നത്തിൽ നിന്നും പ്രശ്നത്തിനകത്തിറങ്ങി അതിനെ പഠിച്ച് പ്രശ്നത്തിനെ ബ്രേക്ക് ചെയ്ത് അതിൽ നിന്നൊരു പരിഹാരം ഉണ്ടാക്കാൻ പഠിച്ചു. രണ്ട്, കൂട്ടായ്മയിൽ നിൽക്കാൻ പഠിച്ചു. അതാണ് ഈ ടീം വർക്ക്. ഒന്നിച്ച് നിന്നാൽ നമുക്കെല്ലാം സാധിക്കും എന്നുള്ള മനുഷ്യൻ്റെ ബോധം, അതാണ് ടീം വർക്ക്. അതെങ്ങനെ സമൂഹത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ചോദിച്ചാൽ ആ ടീം വർക്ക് സ്കൂളിൽ നിന്ന് പഠിക്കണം. അതെങ്ങനെ പഠിക്കണം? സ്കൂളിൽ വിഘടിക്കരുത് കുട്ടികൾ, ഭയമുണ്ടാക്കരുത്, മത്സരമുണ്ടാക്കല്, വിഘടിക്കരുത്. മത്സരം ചിലപ്പോൾ ആവശ്യത്തിനൊക്കെ വേണ്ടി വരും, പക്ഷേ വേർപിരിയുന്ന മത്സരങ്ങളുണ്ടാകില്ല. അപ്പോൾ സ്കൂൾ അന്തരീക്ഷത്തിൽ എപ്പോഴും വേണ്ടത് ടീം വർക്കാണ്.
അതെങ്ങനെ കൊണ്ടുവരും? പരീക്ഷ നടത്തി മാർക്കിട്ട്, മാർക്ക് പലതാന്ന് പറഞ്ഞു കുട്ടികളെ പലതും തിരിച്ച് നിനക്ക് നീറ്റ് കിട്ടും, നിനക്ക് നീറ്റ് കിട്ടില്ല, ഇങ്ങനെയൊക്കെ ആക്കി വിട്ട് കഴിഞ്ഞാൽ അവരവിടെ വെച്ചേ ടീം വർക്ക് പോവും. നമ്മളെയൊക്കെ ഒരു തോന്നലുണ്ട് ടീം വർക്ക് വളർന്നു വരുമ്പം വന്നോളുന്നില്ല. ആ കുരുന്നിലേ തന്നെ ടീം വർക്ക് നഷ്ടപ്പെടും. അതിൻ്റെ ഒരു നീറ്റ് പാസ്സാവേണ്ട കുട്ടി പാസ്സായിക്കോളും. അത് ഈ ക്ലാസ്സിലെ മത്സരങ്ങളിലൂടെ അല്ല അന്ന് നാഷണൽ മത്സരങ്ങളെല്ലാം പോകുന്നത്. ക്ലാസ്സിൽ പഠിക്കുന്നതിലൂടെയല്ല, പഠിച്ചതിൽ നിന്നും ഒരു പ്രശ്നം ഒരു കോണ്ടെക്സ്റ്റിൽ എങ്ങനെ കാര്യങ്ങളെ പരിഹരിക്കും എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യങ്ങൾ. അതുകൊണ്ട് ഇതിനൊന്നും ഒരു പ്രസക്തിയില്ല. അതുകൊണ്ട് സ്കൂളുകളിൽ ആവശ്യമില്ലാത്ത മത്സര ബുദ്ധികൾ ഒരു സ്കൂൾ അന്തരീക്ഷത്തിൽ വരരുത്. ഇനി ഇത് വളർന്നു വരുമ്പോൾ ഈ കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാരിലുമല്ല ഉള്ള ഏറ്റവും വലിയ കുഴപ്പം ഇവരല്ല, ഇവരുടെ ബോസുമാരാണ്. സ്കൂളിൽ പോയാൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ അധ്യാപകർക്ക് മുകളിലുള്ള ആൾക്കാരും രക്ഷകർത്താക്കളും ഒരുപാട് രീതിയിൽ ഈ ടീം വർക്ക് ഇല്ലാണ്ടാക്കും. ഒരു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇതിനെ മാനേജ് ചെയ്യുന്ന മാനേജർമാർക്ക് ഈ ടീം വർക്ക് ഇല്ലാതാവും. അതെങ്ങനെയാണ് ടീം വർക്ക് ഇല്ലാതാകുന്നത് എന്നുള്ള രഹസ്യം ഒന്ന് മനസ്സിലാക്കിയാൽ പിന്നെ പ്രശ്നം തീർന്നു. എങ്ങനെയാണ് ഇപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആരും നിങ്ങളും ഒരു ജോലി ചെയ്യാതാകുന്നത് എപ്പോഴാണ്? നിങ്ങളുടെ ഹൃദയം കൊണ്ട് അലിഞ്ഞ് അതിൽ ചേർന്ന് നിന്ന് അതിലെ എല്ലാ പ്രശ്നങ്ങളും ഏറ്റെടുത്ത് സ്വമനസ്സാൽ ചിന്തിച്ച് പ്രശ്നപരിഹാരങ്ങളോടുകൂടി ഒരു കാര്യം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? എന്ത് ചെയ്താൽ നിങ്ങൾ ചെയ്യും? അത് ഈ മോളിരിക്കുന്ന മാനേജരും കുട്ടികളാണെങ്കിൽ അധ്യാപകരൊക്കെയാണ് അറിയേണ്ടത്. ഞാൻ വന്നിട്ട് നിങ്ങളോട് എനിക്കാവശ്യമുള്ള രീതിയിൽ, ഞാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു കാര്യം അടിച്ചേൽപ്പിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രവൃത്തിയിൽ ആ ഹൃദയം കാണില്ല. സിമ്പിളാണത്. എനിക്കൊരാവശ്യമുണ്ടെങ്കിൽ ഞാൻ ആ ആവശ്യം നിങ്ങളിലേക്ക് പകർന്നു തരണം. എനിക്കിങ്ങനെ ഒരു ആവശ്യമുണ്ടല്ലോ, നിങ്ങൾ പറ ഇതെങ്ങനെ ചെയ്യാം എന്ന് ചോദിച്ചാൽ നിങ്ങൾ സ്വന്തം ഹൃദയത്തിൽ നിന്ന് പറയും, സാറേ നമുക്കത് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം, ഈ പ്രശ്നം ഞങ്ങൾ ഏറ്റെടുത്തോളാം, ഞങ്ങൾ ഒന്നിച്ച് നിന്നിട്ട് ഈ പ്രശ്നത്തിനെ പരിഹരിക്കാം, സാർ ഞങ്ങളൊന്ന് നോക്കിക്കൊണ്ടാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഘം ആൾക്കാർക്ക് ഒരു സൈന്യം യുദ്ധം ചെയ്ത് ജയിക്കുന്ന മാതിരി അവർ ഓൺ ചെയ്ത് കഴിഞ്ഞു, അവർ ഇന്നോവേറ്റ് ചെയ്തോളും, അവർ റീക്രിയേറ്റ് ചെയ്തോളും, അവർ പ്രശ്നപരിഹാരം ചെയ്തോളും, നമ്മൾ കൂടെ നിന്നാൽ മതി. നമ്മളുടെ കാഴ്ചപ്പാട് കൊടുക്കുക, നമ്മളുടെ പ്രോസസ്സ് കൊടുക്കരുത്. നമ്മൾ പറയുന്ന രീതിയിൽ ചെയ്യാൻ പറയല്ലേ, ഫ്രീഡം കൊടുക്കുക. എവിടെയൊക്കെ സ്വാതന്ത്ര്യം ചിന്തിക്കാൻ കൊടുത്തുവോ, എവിടെയൊക്കെ സ്വാതന്ത്ര്യം സ്വപ്നം കാണാൻ കൊടുത്തുവോ, അവിടെയെല്ലാം തന്നെ ഉജ്ജ്വലമായ ടീം വർക്ക് വരും. അത് തുടങ്ങേണ്ടത് സ്കൂളുകളിൽ നിന്നാണ്. കുട്ടികളെ പഠിപ്പിക്കുകയല്ല, കുട്ടികളെ പഠിക്കാൻ അനുവദിക്കുക, കുട്ടികളെ എൻഗേജ് ചെയ്യാൻ അനുവദിക്കുക, എക്സ്പ്ലോർ ചെയ്യാൻ അനുവദിക്കുക, എക്സ്പ്രസ് ചെയ്യാൻ അനുവദിക്കുക, അവർ തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ അനുവദിക്കുക. അധ്യാപകൻ്റെ റോൾ വളരെ സിമ്പിളാണ്, ഗൈഡൻസാണ്. എങ്ങോട്ട് പോകണം ബാക്കി കുട്ടികൾ ഒന്നിച്ച് ആലോചിച്ച് ചിന്തിച്ച് അവർ തന്നെ കണ്ടുപിടിച്ച് ഒരു പഠിത്തം പഠിച്ചാൽ ആ കുട്ടിയെ ഒരു ടീം മെമ്പറാക്കാൻ ഭാവിയിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുകയില്ല. ഹാപ്പി ന്യൂ ഇയർ 2022. സർവ പ്രതീക്ഷകളും തരുന്ന, സമാധാനവും സന്തോഷവും ലോക മലയാളികൾക്ക് നൽകുന്ന എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ. എല്ലാ സർവമംഗളങ്ങളും. പ്രിയമുള്ളവരെ, മനസ്സിന് കുളിർമയും സന്തോഷവും തന്ന കുറേ നിമിഷങ്ങളും ഒപ്പം വളരെ കളർഫുള്ളായിട്ടുള്ള കുറേയധികം സ്വപ്നങ്ങളും അതിലേറെ നനവാർന്ന കുറേയധികം ഓർമ്മകളും ബാക്കി വെച്ചുകൊണ്ടാണ് ഈ ഒരു ഡിസംബർ നമ്മളിലൂടെ കടന്നു പോകുന്നത്. പുതുപുത്തൻ വർഷം നമ്മളെ വരവേൽക്കുന്നത്, പുത്തൻ ഉണർവുമായിട്ട് വരുന്ന പുതുവർഷത്തിന് നമ്മൾ വരവേൽക്കാൻ പോവുകയാണ്. ഏവർക്കും എക്സ്പെർട്ട് യുണൈറ്റ് മറൈൻ സർവീസിൻ്റെയും എൻ്റെയും വക ക്രിസ്മസ് ആശംസകളും ഒപ്പം ന്യൂ ഇയർ ആശംസകളും. താങ്ക് യു. ഏവർക്കും ടെസ്റ്റി ടിയുടെ പുതുവത്സരാശംസകൾ നേരുന്നു. എൻ്റെ പേര് ആൻഡോ റോച്ച. ഞാൻ ഖത്തർ സെക്യൂരിറ്റി ഗാർഡിയൻ സർവീസ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. ഏഷ്യാനെറ്റിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേരുന്നു.
നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു നല്ല കാലമായിരിക്കും ഇനി വരാനിരിക്കുന്നത്. എല്ലാവർക്കും ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്കും എൻ്റെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേരുന്നു. എല്ലാ ഏഷ്യാനെറ്റിൻ്റെ പ്രേക്ഷകർക്കും സർവശക്തന് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയുള്ളൂ. ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ക്രിസ്മസ്. എല്ലാ പ്രേക്ഷകർക്കും ദുബായ് അറാസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. Aras Group of Companies, having completed 45 years in the UAE, Middle East and India, we wish you all Hello and welcome to another segment with Aras Medical Devices Exclusive. Today we will learn about different types of regulators used in medical gas cylinders. Good evening. Now we are talking about the regulators, different type of connections. Just connecting for the oxygen itself, that you got almost a 10 type of regulators is available. But when you talk about because you cannot give a direct connection from the cylinder. First you have to see the color code, then you have to see the connection of the cylinder valve. Third, you have to connect regulators. When you are connecting to the regulators, there is a different type of regulators are available. One is a top entry bullnose, side entry bullnose. Also that is the similar connections with the hand wheel. Then you got a key turning type of regulators are available. Therefore, definitely we have to connect the correct connection to the cylinders. One is a bullnose cylinder, as I told, that there is one is a top entry, then you got a side entry, then you got a double stage regulators. One is a single stage regulator. When you are putting a single stage, that is a preset regulators are available, but you cannot see the what is the content in the cylinder. Then you got a the multi-stage regulator, which is having you can see the pressure of the cylinder inside, what this pressure is available. Same time you can see the flow, that what is going out. You can set that depends upon your requirements. When you are giving a 80 liter or 85 liter of oxygen, definitely you have to increase a little bit of the pressure also. Therefore, definitely that will get a more precision in the gas supply. If you are giving a one is a top entry, which you are talking about a bullnose regulator, that for oxygen. Then you got a single stage regulator with a gauge is available. Then you can have a connection type of connection, like you can connect it either flow meters, or you can have a Schrader valve, or you can have a nebulizer. You can provide the nasal cannula directly. Second one is having a same thing. You got a bullnose connection, top entry. Then you are giving a connection to the patient. You need to set the pressure. Then you see the regulator, what is the content in the cylinder. Then you can have another connection with the bullnose connection, but you have to give a connection for the flow meters, nebulizer, face mask, or nasal cannula. Then you got another one is that like you got a Schrader valve. Schrader valve, you can there's two option is there. You can have a bullnose, then you got a single stage regulator is there. Then you can have a connection with the top, that is the flow meter setting. Then you got a Schrader valve which you can connect to the machine. This is the way that then you got another type of regulator. You can have a bullnose connection, but it's a top entry, but a knob can be adjusted for the flow meters. Then you can give a connection to the patient directly without a nebulizer. Also you can connect you can remove the knob connection, and then you can give it to the patient with a nebulizer. These are the first session of the regulator in bullnose.
Similarly, you can have a pin index also. Pin index connection, you can give, even though it is an oxygen or even nitrous oxide or air, or that there is a color code is there. The event regulator itself is showing a color code. Therefore, you have to be very careful when you are giving to the patient. Even if there is a bullnose, there must a color code should be there in the regulator. Also, same time that the bullnose will have the Schrader valve. That Schrader valve itself is having a color code. The connection is giving to the, you can through the pipeline outlets, or you can give it directly to the from the regulator to the cylinder. This is the pin index type. Therefore, definitely we have to follow the standard, the regulations. If it is American standard, if it is a British standard or ISO standard, all the standards are made for to the safety of the patient. Therefore, definitely go through the all the standards, and please look at each cylinder color, valve connection, pin index, because most of the cylinders are connected with the pin index valve. Therefore, that you can connect it to the pin index non-interchangeable screw thread connection or the non-interchangeable type of regulators. Therefore, please look at before connecting to the each cylinders and make sure your safety or your patient safety is according to the standard and what it is mentioned in the pharmacopoeia standard. Thank you very much for this opportunity. Bye bye. That brings us to the end of this episode with Aras Medical Devices exclusive. Until we meet next time, this is your host Ansi Herschel signing off. Take care. Bye bye. ഹെൽത്തി വിങ്സിൻ്റെ ഈ എപ്പിസോഡിൽ അതിഥിയായിട്ട് എത്തുന്നത് ഡോക്ടർ സോജൻ സ്പേസ് കറിയ. നമസ്കാരം, ഞാൻ ഡോക്ടർ സോജൻ കേസ് കറിയ, കാരിതാസ് ഹോസ്പിറ്റൽ സീനിയർ കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ. ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രമേഹ രോഗികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കോംപ്ലിക്കേഷനെ സംബന്ധിച്ചാണ്. ഹൈപ്പോഗ്ലൈസീമിയ അല്ലെങ്കിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി കുറഞ്ഞു പോകുന്ന അവസ്ഥ. ഇതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. എന്താണ് ഹൈപ്പോഗ്ലൈസീമിയ അല്ലെങ്കിൽ ഷുഗറിൻ്റെ അളവ് സാധാരണയായി കുറഞ്ഞ് ഉണ്ടാകുന്ന ഒരവസ്ഥ? സാധാരണഗതിയിൽ നമുക്കറിയാവുന്നതുപോലെ രക്തത്തിലെ പഞ്ചസാര ആഹാരം കഴിക്കാത്ത അവസ്ഥയിലും കഴിച്ച അവസ്ഥയിലും ഒരു പ്രത്യേക ലെവലിലാണ് ശരീരത്തിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. പല കാരണങ്ങളാൽ ഒരു രോഗിയുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് തീരെ താഴ്ന്നു പോകാം. മരുന്നുകൾ കൊണ്ട്, അതെല്ലാം നമ്മൾ ഇതിന് ശേഷം നമുക്ക് സംസാരിക്കാം. പല കാരണങ്ങളാൽ കുറഞ്ഞു പോകാം. സാധാരണഗതിയിൽ പഞ്ചസാരയുടെ അളവ് ഏത് സമയത്താണെങ്കിലും, ആഹാരം കഴിച്ചോ കുറേ നേരം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ വെറും വയറ്റിലോ ആണെങ്കിലും ഒരു 70 mg/% താഴോട്ട് ഷുഗർ പോകുമ്പോൾ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. ഏകദേശം 54 mg/% താഴോട്ട് രക്തത്തിലെ പഞ്ചസാര പോയി കഴിഞ്ഞാൽ പലവിധമായ ലക്ഷണങ്ങളുണ്ടാവും. ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഇങ്ങനെ ഷുഗർ ഇങ്ങനെ കുറഞ്ഞു വരുമ്പോഴത്തേക്ക് കൗണ്ടർ റെഗുലേറ്ററി ഹോർമോൺസ് എന്ന് പറയും. അതെല്ലാം ഇൻസുലിൻ്റെ പ്രവർത്തനത്തെ എതിരായിട്ട് നിൽക്കുന്നതാണ്. ഇൻസുലിൻ അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. കൗണ്ടർ റെഗുലേറ്ററി ഹോർമോൺ ഗ്ലൂക്കോഗോൺ പോലത്തെ കൗണ്ടർ റെഗുലേറ്ററി ഹോർമോൺ ഓപ്പോസിറ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഹോർമോൺ എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങും. അതിനകത്ത് അഡ്രിനാലിൻ പോലെ ഹൃദയത്തിൻ്റെ ഇടിപ്പ് കൂട്ടുകയും നമ്മൾ വേർക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ചില ലക്ഷണങ്ങളുള്ള അഡ്രിനാലിൻ പോലെയുള്ള ഹോർമോൺ പെട്ടെന്നുണ്ടാവും. അപ്പോൾ ആദ്യത്തെ ലക്ഷണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയമിടിപ്പ് കൂടുന്നു, വേർക്കുന്നു, പരവേശം വരുന്നു. ഇതെല്ലാം അതിൻ്റെ ലക്ഷണങ്ങളാണ്. ഈ കൗണ്ടർ റെഗുലേറ്ററി ഹോർമോണിൻ്റെ ലക്ഷണങ്ങളാണ്. അതുണ്ടാവും. രണ്ടാമത് എന്ത് ചെയ്യും? പിന്നെ ഉണ്ടാകുന്നത് നമ്മുടെ തലച്ചോറിൽ ഞാൻ പറഞ്ഞു നമ്മളെ ഷുഗർ കൊണ്ട് മാത്രമാണ് ഭൂരിപക്ഷം സമയത്തും തലച്ചോറ് വർക്ക് ചെയ്യുന്നത്. കീറ്റോൺ ബോഡി ഒഴിച്ച് ബാക്കി ഒരു എനർജി സോഴ്സിലും ബ്രെയിനിന് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതുപോലെ ഷുഗർ അങ്ങ് കുറഞ്ഞു വരുമ്പോൾ തീർച്ചയായിട്ടും തലച്ചോറിൽ പ്രവർത്തനം മന്ദഗതിയിലാവും. നമുക്ക് ഒരു തല ചുറ്റുന്ന പോലെയോ ബോധം കുറയുന്ന പോലെയൊക്കെ തോന്നി ബോധക്കേടിലേക്ക് തന്നെ പോകാം. ചിലർ വന്ന് പറയുന്നത് വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര ക്ഷീണമാണ്, അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യാനുള്ള മടിയില്ല, മനപ്രയാസമാണ്. ഇതൊക്കെ അപൂർവമായിട്ട് ഷുഗർ കുറയുന്ന ലക്ഷണമാകാം.
ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ ഈ 1-2 സെറ്റ് ആദ്യം പറഞ്ഞ ഹോർമോൺസിൻ്റെ അഡ്രിനാലിൻ ഹോർമോൺസിൻ്റെ ലക്ഷണങ്ങൾ, തലച്ചോറിൽ ഷുഗർ കുറയുന്നതിൻ്റെ ലക്ഷണങ്ങളും കഴിഞ്ഞ് പിന്നെ അപൂർവമായിട്ട് വരുന്ന ലക്ഷണങ്ങളും നമ്മൾ പ്രായമായ ആളുകളിൽ പ്രത്യേകിച്ച് ആ സമയത്ത് ബ്ലഡ് ഷുഗർ നോക്കി ഷുഗർ കുറയുന്നതല്ല എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. ഇനി ഷുഗർ കുറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം സംഭവിക്കാം? തലച്ചോറിലെ കാര്യം ഞാൻ ഇപ്പം തന്നെ പറഞ്ഞു. തലച്ചോറിൽ ഷുഗർ കുറഞ്ഞു കഴിഞ്ഞാൽ തലച്ചോറിൻ്റെ പ്രവർത്തനം കുറഞ്ഞു വരും. ആദ്യം ചെറിയൊരു ഒരു ഓർമ്മക്കേട് പോലെ ഇങ്ങനെ വന്ന് പൂർണ്ണമായിട്ടൊരു കോമയിലോട്ട് തന്നെ ആൾ പോകാം. മാത്രമല്ല നമ്മൾ എന്നിട്ടും ഇത് കറക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ തലച്ചോറിന് സഹായിയായ പെർമനൻ്റ് ആയിട്ടുള്ള ഡാമേജ് പോലും ഇതുകൊണ്ട് വരാം, ഷുഗർ കുറയുന്നുണ്ട്. പിന്നെ ഹൃദയത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രത്യേകിച്ച് ഹൃദ്രോഗിയുള്ള ഒരാളാണെങ്കിൽ അവരുടെ ഷുഗർ നോർമൽ താഴെ പോവുകയാണെങ്കിൽ ഹൃദയത്തിൻ്റെ താളം തെറ്റിലുണ്ടായി ജീവന് തന്നെ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും പിന്നെയും ഷുഗർ കുറയുന്ന ഒരവസ്ഥയിലാണ് പേഷ്യൻ്റ് ഇരിക്കുന്നത്. അതിനനുസരിച്ച് ഡോസ് കുറച്ചില്ല, എന്താ കാരണം എന്നുള്ളത് പരിഹരിച്ചില്ലെങ്കിൽ മുന്നോട്ട് ശരീരത്തിലെ എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനത്തെ അത് ബാധിക്കും. പിന്നെ ശരീരത്തിലൊരു പ്രത്യേകതയുണ്ട്. നമ്മളിപ്പോൾ ഒരാളുടെ ബ്ലഡ് ഷുഗർ കുറയുന്ന ലക്ഷണം ഒരു 54-ൽ നമുക്ക് ഒരു പ്രാവശ്യം ഉണ്ടായി. അപ്പോൾ ശരീരം ഒന്ന് റീസെറ്റ് ചെയ്യും. അടുത്ത പ്രാവശ്യം ലക്ഷണം ചിലപ്പോൾ 54-ൽ ഉണ്ടാകുകയില്ല, 50-ലായിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ അത് 46-ലായിരിക്കും ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പിന്നെയും ഷുഗർ കുറയുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ ഓരോ പ്രാവശ്യം കഴിയുമ്പോഴും ഈ ഷുഗർ കുറഞ്ഞതിൻ്റെ ലക്ഷണം നമ്മൾ അറിയാൻ പോകുന്നത് കൂടുതൽ സിവിയർ ആയിട്ടുള്ള ഷുഗർ കുറഞ്ഞ അവസ്ഥയിലാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ അപകടം. ഹെൽത്തി ലിവിങ്സിന്റെ മറ്റൊരു അധ്യായത്തിൽ മറ്റൊരു വിഷയമായിട്ടെത്താം. എക്സും വരേക്കും എക്സ് മീ സൈനിങ് ഓഫ് ആർജി ജോബി മസലാം. താങ്ക് യു വെരി മച്ച്. ഫോക്കസിന്റെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കേണ്ട മെയിൽ ID focus123@gmail.com. ഫോക്കസിന്റെ നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ഇറ്റ്സ് മീ രശ്മി ഗോപകുമാർ സൈനിങ് ഓഫ്. ഫോക്കസ് presented by Expert United Marine Services and powered by Chembaga Group of Institution and Vivekananda Memorial Public School. Aris Group Focus. This program is brought to you by Chembaga Group of Institution and Vivekananda Memorial Public School. Co-powered by Aris Group in association with Grand Hyper Kuwait. Periyar Rice. Sharavana Instant Cook. Quality without compromise. Gulf Brothers Hair Fixing. Wipe your baldness forever.